ഹേ ഗൈസ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ളോഗ് ആയിരിക്കും. മിനി വ്ളോഗ് ഇൻ ദ സെൻസ് വളരെ മിനി വ്ളോഗ് ആയിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് എൻ്റെ ഓസിലിന് തീരെ വയ്യ. രാവിലെ എണീച്ചപ്പോൾ ഭയങ്കരമായിട്ട് ജലദോഷമൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒലിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പം ജസ്റ്റ് ഇപ്പം മരുന്നപ്പോൾ കൊടുത്തിട്ട് രാവിലെ, ബട്ട് സ്റ്റിൽ എന്താ പറയുക, കുറച്ച് ദിവസമായ ഒരു കുറുപ്പ്. അപ്പം നമ്മൾ അതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ സ്റ്റാർ കെയറിൽ, ഇവിടെ തൊട്ടടുത്ത്. കാരണം ഞാൻ ഇവിടെ പൊറ്റമ്മലാണ്. സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഇവിടെ തൊണ്ടയാടാണ്. അപ്പം ഇവിടെ നിന്നൊരു 5 മിനിറ്റ് ഓട്ടോക്ക് പോയാൽ മതി. അപ്പം നമ്മൾ അവിടെ പോയി കാണിക്കാൻ പോകുന്ന ചെറിയൊരു ബ്ലോക്കാണ്. ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുത്. അപ്പം കാണിക്കാൻ പോവാം. ഉമ്മ റെഡി ആവുന്നുണ്ട്. എൻ്റെ സെറ്റപ്പൻ കുളിച്ച് ഫുൾ സെറ്റപ്പാക്കിയിട്ട് ഞാൻ ഉറക്കിയതെല്ലാം ഉറങ്ങിപ്പോയതാണ്. അപ്പം ഇനി ഓനെടുത്ത് കാണിക്കാൻ പോവാം. അങ്ങനെ മോനെ ഉറക്കത്തിൽ നിന്ന് തൊട്ടിലേന്നൊക്കെ എടുത്ത് ഉമ്മാണ് എടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ എടുത്ത് കൊണ്ടുപോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു ഓട്ടോ കിട്ടുന്നു. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ റോഡിൽ നിന്നിട്ട് ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഓളിതൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആക്കുകയാണ്. എൻ്റെ ഹോസ്റ്റലിലാണെങ്കിൽ ഈ ഓട്ടോയിലൊക്കെ കയറിയിട്ട് നല്ല രസം. പോവാന്ന് പറയുന്നത് എത്ര ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ എത്തി അപ്പോയിൻമെൻറ്റൊക്കെ എടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുന്നതിന് മുന്നേ വെയ്റ്റും ഹൈറ്റും ടെമ്പറേച്ചറും നോക്കാൻ പറഞ്ഞു. അങ്ങനെ നല്ല സുന്ദരനായിട്ട് ഷുട്ടപ്പനായിട്ടൊക്കെ ഇടുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കയറി കാണിച്ചപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഒറ്റ ഡ്രോപ്പ് തന്നിട്ടുള്ളൂ, അത്ര മതി. പിന്നെ ചെസ്റ്റിലൊന്നും കഫൊന്നുമില്ല, ഫുൾ ക്ലിയറാണെന്ന് പറഞ്ഞു. നെബുലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്ന ഓട്ടോയിൽ ഇങ്ങനെ സൈഡിൽ മേലെ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അയിമലിങ്ങനെ തോണ്ടി വെക്കുക, അത് കൈമ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ തോണ്ടിക്കളിച്ച് നമ്മൾ എന്താ പറയുക, ഓട്ടോയിൽ ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഉമ്മൻ്റെ അടുത്താണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് തട്ടതായിട്ട് ഓനങ്ങനെ അവിടെ ഇങ്ങനെ പിടിച്ച് കപ്പം മാറും. ഓനത് പിടിച്ചില്ലെങ്കിൽ വീണ് പോകുന്നുള്ള മട്ടത്തിലാണ് മുറുക്കി പിടിച്ചിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഈ കാഴ്ചയൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതൊക്കെ കണ്ട് കൊടുക്ക് പോകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്. അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി ഡോക്ടറെ കാണിച്ച് ഇവിടെ തിരിച്ച് വന്ന് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കഫുള്ളൂ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ചെറിയൊരു ഡ്രോപ്പ് മാത്രം തന്നിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നീ കാണിച്ച് വേഗം പോകുന്നു. ഇങ്ങനെ ഡ്രോപ്സ് എത്തിച്ച് കൊടുക്കണം. അങ്ങനത്തെ പല പരിപാടികളും ബാക്കിയുണ്ട്. അതും പിന്നെ കാണാം.